ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനും ആകാശും ആനന്ദും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആകാശ് ചോദിക്കും, ഇതുവരെ നിങ്ങളുടെ രഹസ്യം പറച്ചിലൊന്നും തീർന്നില്ലേ? രഹസ്യമൊന്നും അല്ലടാ എന്ന് ആനന്ദ് പറയും. ഡിവോഴ്സ് നോട്ടീസ് അയച്ച കാര്യത്തെപ്പറ്റി ഇവൻ എന്നോട് സംസാരിക്കായിരുന്നു. അതൊരു തിടുക്കപ്പെട്ട തീരുമാനമായെന്നേ എനിക്കും തോന്നുന്നത് ആനന്ദേട്ടാ എന്ന് ആകാശ് പറയാ. ഓ, നീയും ഇപ്പം അങ്ങനാണോ? ആനന്ദേട്ടനെ കുറ്റപ്പെടുത്തിയതല്ല, ചിലപ്പം കുറച്ച് കഴിയുമ്പം ആനന്ദേട്ടന് തന്നെ ഏടത്തെ തിരിച്ചു വിളിക്കാൻ തോന്നിയാലോ? അതുകൊണ്ട് തന്നെയാ ഞാൻ ഇത്ര വേഗം അവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തത്. ഇനിയും അവളെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം കേട്ടോ. എങ്കിലും ഇന്ന് അവളുടെ അച്ഛനും അമ്മയും എന്നെ കാണാൻ വന്നിരുന്നു. അതെയോ? എന്നിട്ട് എന്താ ഏട്ടാ എന്ന് ആരും ചോദിക്കുക. ഒരു ഭീഷണിയുടെ സ്വരത്തിലൊക്കെ എന്നോട് സംസാരിച്ചത്. ഈ ആനന്ദിന്റെ അടുത്ത് അതൊന്നും വിലപ്പോകില്ലെന്ന് രണ്ടാൾക്കും മനസ്സിലായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏടത്തെ ഒരു വിധത്തിലും ജീവിക്കാൻ സമ്മതിക്കാത്തത് ഏടത്തിയുടെ അച്ഛനും അമ്മയും തന്നെയാ. എന്തൊരു മനുഷ്യരാ അവര്! സ്വന്തം ആളുടെ ജീവിതത്തെക്കാളും അവർക്ക് വലുത് മറ്റു പലതുവാ എന്ന് ആകാശും അപ്പൊ പറയണം കേട്ടോ. പെട്ടെന്ന് ദേവി ഫോൺ വിളിക്കുകയാണ് ആനന്ദിന്റെ. അവളാ വിളിക്കുന്നത് എന്ന് എടുക്കേട്ടാ, ഏടത്തേക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ഇല്ല, അവളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് പോലെ അവളുടെ ഫോൺ നമ്പറും എൻ്റെ ഫോണിൽ ഞാൻ ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതങ്ങ് ബ്ലോക്കാക്കി വിടും. ഇതോടുകൂടി ആ ശല്യം എന്നേക്കുമായിട്ട് തീർന്നു കിട്ടിയല്ലോ എന്ന് പറയണേ. ഇതേ സമയം ഉദയഭാനുവും ശ്രീകലയും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. CI സാറ് പറഞ്ഞതുകൊണ്ടാണ് മേഡത്തിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്. എൻ്റെ മോൾ അത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ മാനസികവും ശാരീരികവുമായ അവർ എൻ്റെ മോൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. എൻ്റെ പാവം കുഞ്ഞ് അതൊക്കെ സഹിച്ച് അവിടെ ഒരു പട്ടിയെ പോലെ ജീവിച്ചു. അവൾക്ക് വലുത് അവളുടെ ഭർത്താവാ. ഇപ്പോഴും അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് മാത്രമേ എൻ്റെ കുഞ്ഞ് ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ ആ വീട്ടുകാരും എല്ലാവരും കൂടി അവനെ കൊണ്ട് വലിയൊരു പണച്ചാക്കിന്റെ മോളെ കെട്ടിക്കാൻ നോക്കുന്നത് എന്ന് പറയാ. അത് കേൾക്കുന്ന കോൺസ്റ്റബിൾ ചോദിക്കും, ഗാർഹിക പീഡനമാണ്. അല്ല, ആർക്കെതിരെയാ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഭർത്താവിനെതിരെയോ അതോ അമ്മായിമ്മയ്ക്കെതിരെയോ അതോ അമ്മായിച്ചനെതിരെയോ എന്ന് ചോദിക്കുക. എല്ലാവർക്കും എതിരെയാ സാറേ, എല്ലാവർക്കും എതിരെ എന്ന് അപ്പൊ ശ്രീകല പറയാണ്. എന്നിട്ട് ഉദയഭാനുവിനെ തട്ടാ. എന്താ ഉദയേട്ടാ നിങ്ങൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? പറഞ്ഞു കൊടുക്ക്. നമ്മുടെ മോൾ അനുഭവിച്ചതൊക്കെ സാറിനോട് അങ്ങ് പറഞ്ഞു കൊടുക്ക്. സാറേ, ഞങ്ങളുടെ മോൾക്ക് ആ വീട്ടിൽ ഒരിക്കലും ഒരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല സാറേ. എൻ്റെ മോൾ ഒരുപാട് വേദനിച്ചാ ജീവിച്ചത്. ഭർത്താവെന്ന് പറയുന്ന ആനന്ദ് ഏതൊക്കെ രീതിയിലാണ് അവളെ ഉപദ്രവിച്ചതെന്ന് പറയാൻ പറ്റില്ല സാറേ. ഫ്രോഡ് കുടുംബമാ. അവനേക്കാ കഷ്ടമാ അവൻ്റെ അമ്മ ഗോമതി. അവരൊരു ദുഷ്ട സ്ത്രീയാ സാറേ. ആ വീട്ടിലെ സകല പണിയും ദേവി തന്നെ ചെയ്യണം. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ കിടക്കുന്നത് വരെ ഒരു മിനിറ്റ് പോലും എൻ്റെ മോൾക്ക് വിശ്രമിക്കാൻ സമയമില്ല. അതുപോലെ പണിയാ. നിങ്ങൾ മോളെ കെട്ടിച്ചു അയച്ചത് നല്ല സാമ്പത്തികമുള്ള വീട്ടിലേക്കാണോ? അതെ, വലിയ കുടുംബമാണ്, നല്ല സാമ്പത്തുള്ള വീടാ എന്ന് പറയണം. പണം ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെയാ സാറേ കാര്യം. ആ വീട്ടിൽ വേറെയും മരുമക്കളുണ്ട്. പക്ഷേ മിത്രയും വേറൊരു മരുമകളുണ്ട്, മീനു. അവള് സർക്കാർ ഉദ്യോഗസ്ഥയാ. എൻ്റെ പൊന്നു സാറേ, അവരെ കൊണ്ടൊന്നും ഗോമതി ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല. പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതുകൊണ്ടേ എല്ലാ ജോലിയും എൻ്റെ മോളെ കൊണ്ടാ ചെയ്യിപ്പിക്കുക. അവൾ എല്ലാ ജോലിയും ചെയ്യുന്നത്. എന്ത് ചെയ്യാനാ മേഡം, എൻ്റെ മോൾ അവിടുത്തെ മൂത്ത മരുമകളായി പോയില്ലേ എന്ന് ഉദയഭാനു പറയാ. അത് കേൾക്കുന്ന ശ്രീകല പറയും, മൂത്ത മരുമകളാണെന്ന് വെച്ച് ആ വീട്ടിലെ സകല ജോലിയും എൻ്റെ മോള് ചെയ്യേണ്ട എന്താവശ്യമുള്ളത്? സമയത്തിന് ഭക്ഷണം പോലും ഒന്നും കൊടുക്കത്തില്ല. ചെറിയ കാര്യത്തിന് പോലും എൻ്റെ മോളെ ഉപദ്രവിക്കും, അടിക്കും. ആരാ അടിക്കുന്നത്? ഗോമതി, ആ സ്ത്രീയാ. പിന്നെ അവളുടെ കെട്ടിയോനുണ്ടല്ലോ ബാലൻ, അവനും അടിക്കും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇവരുടെ കൂടെ നിൽക്കും. ആ ആനന്ദും ഒരുപാട് ഉപദ്രവിക്കും. പിന്നെ അവർക്ക് അവിടെ ഒരു കടയുണ്ട്, ഗോമതി സ്റ്റോറ്. അവിടെ വർഷങ്ങളായി ഗോമതി സ്വന്തം സഹോദരന് ശമ്പളം കൊടുക്കാതെ ജോലിക്ക് നിർത്തിയിരിക്കുക. അവസാനം അവൻ ശമ്പളം ചോദിച്ചപ്പം അവനെ ആ വീട്ടിൽ നിന്നും കടയിൽ നിന്നും അവർ അടിച്ചു പുറത്താക്കി സാറേ. പാവം അവനിപ്പം കരഞ്ഞ് നിലവിളിച്ച് തേരാപാര നടന്നുകൊണ്ടിരിക്കുവാണ് സാറേ. അത്രയ്ക്കും കൊള്ളില്ലാത്തൊരു കുടുംബാ. വിഷമം വരാതിരിക്കുമോ മേഡം എന്ന് വീണ്ടും ആ സ്ത്രീ പറയാ. എത്ര വർഷത്തെ ശമ്പളമാ കൊടുക്കാനുള്ളത്? ഒരു നയാ പൈസ പോലും ശമ്പളമായിട്ട് ആ ചെറുക്കന് കൊടുത്തിട്ടില്ല. അവൻ പോയ പുറകെ എൻ്റെ മോളെ അവിടെ കൊണ്ടുപോയി ഇരുത്തി. ശമ്പളമൊന്നുമില്ല, പക്ഷെ കടയിലെ എല്ലാ ജോലിയും എൻ്റെ മോള് ചെയ്യണം എന്ന് ഉദയഭാനു പറയാ. എൻ്റെ പൊന്നു സാറേ, മോള് രാവിലെ എഴുന്നേറ്റ് ആ വീട്ടിലെ സകല ജോലിയും ചെയ്തതിന് ശേഷം കടയിലേക്ക് പോകാനായിട്ട്
കടയിൽ ചെന്നാൽ എന്താ അവസ്ഥ? അവിടെയും എല്ലാം മുറി എൻ്റെ മോള് പണിയെടുക്കണം, കണക്കെടുക്കണം, സാധനങ്ങൾ എടുത്തു കൊടുക്കണം, മുളക് മല്ലി എല്ലാം തൂക്കി കൊടുക്കണം. പലചരക്ക് കടയല്ലേ സാറേ. എൻ്റെ കുഞ്ഞ് അവിടെ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. രാത്രി കടയിൽ നിന്ന് തിരിച്ച് വന്നാൽ പോലും എൻ്റെ മോളുടെ കഷ്ടപ്പാട് തീരില്ല എന്ന് ശ്രീകല പറയാം. വീട്ടിലുള്ളവരെ എല്ലാം ഭക്ഷണം കഴിപ്പിക്കണം. എന്ത് ചെയ്യാനാ? അവരുടെ എല്ലാ എച്ചിൽ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടേ എൻ്റെ മോൾക്ക് ഇച്ചിരി കഴിക്കാൻ പോലും കൊടുക്കുള്ളൂ. അത്രയും ദുരന്തം എൻ്റെ മോൾ അവിടെ അനുഭവിച്ചത്. സാറേ, പിന്നെ എൻ്റെ മോള് ഒരു ദിവസം എന്താ ഉണ്ടായത് എന്ന് കോൺസ്റ്റബിൾ ചോദിക്കുമോ? അയ്യോ, എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. ഒരമ്മയും ഇതൊക്കെ പറയാനായിട്ട് സാധിക്കില്ല. അത്രയും എൻ്റെ മോൾ അനുഭവിച്ചു. കരയാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, കരയാതെ കാര്യം പറ ശ്രീകല എന്ന് ഉദയഭാനു പറയാം. ഒരു ദിവസം എൻ്റെ മോള് കടയിൽ നിന്ന് വന്നപ്പോൾ ദേവി മോൾക്ക് വല്ലാതെ വിശന്നു. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ പോലും പേടിയായതുകൊണ്ട് അവൾ അടുക്കയിൽ മാറി നിന്ന് ഒരു 2-3 വറ്റുവാരി തിന്നു. കൊതി കൊണ്ട് ചിക്കൻ്റെ കുറച്ച് ചാറെടുത്ത് കഴിച്ചു പോയി. എന്നിട്ട് എന്താ ഉണ്ടായത്? അത് കണ്ടുകൊണ്ട് വന്ന ഗോമതി എൻ്റെ മോളെ തല്ലിക്കൊല്ലാറാക്കി സാറേ. ചിക്കൻ കറി കുറച്ച് കൂടുതൽ എടുത്തു എന്നും പറഞ്ഞ് എൻ്റെ കൊച്ചിനെ അടിച്ചു. എൻ്റെ മോളെ ഉപദ്രവിച്ചു. ചിക്കൻ കറി എടുത്തതിനോ എന്ന് അപ്പോൾ കോൺസ്റ്റബിൾ ചോദിക്കുക. അതെ സാറേ, ഒരേ ഒരു കഷ്ണം ചിക്കൻ എടുത്തതിനാ എൻ്റെ മോളോട് അവരിത്രയും ക്രൂരമായി പെരുമാറിയത്. എൻ്റെ മോളെ രക്ഷിക്കണം സാറേ, എൻ്റെ മോൾക്ക് നീതി കിട്ടണം സാറേ. നമുക്ക് നോക്കാം എന്ന് പറയാം. ഞങ്ങളുടെ മോളോട് ഈ ദ്രോഹം ചെയ്തോ ദേവമംഗലത്തുകാർ മുഴുവനും അനുഭവിക്കണം സാറേ എന്ന് വീണ്ടും ശ്രീകല പറയാം. ഇത്രയൊക്കെ ദ്രോഹം ചെയ്തു, അതൊക്കെ എൻ്റെ മോള് സഹിച്ചു. ഒടുവിൽ ആ ദേവിക്ക് ഡിവോഴ്സ് നോട്ടീസ് പോലും അയച്ചിരിക്കുക. ഡിവോഴ്സ് നോട്ടീസോ എന്നപ്പം പോലീസുകാർ ചോദിക്കുക. അതെ സാറേ, അയച്ചു സാറേ. അത് കിട്ടിയതോടുകൂടി എൻ്റെ മോള് ആകെ വീണുപോയി. എന്തു പറഞ്ഞിട്ടാണ് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നത്? ദേവി മോളെ ഒഴിവാക്കണം, അതാ അവർക്കിപ്പോൾ ആവശ്യം. അവർക്കിപ്പം ആനന്ദനം കൊണ്ട് വേറെ പണക്കാരി പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അതാണ് മാഡം ഉദ്ദേശം. എൻ്റെ മോളെ ഒഴിവാക്കിയാലല്ലേ അത് നടക്കുള്ളൂ. വലിയ കാശുള്ള വീട്ടിലെ പെണ്ണായാലേ ഗോമതിക്ക് വേണ്ടതൊക്കെ കിട്ടുമല്ലോ. നല്ല സ്ത്രീധനവും പണവും സമ്പത്തും സ്വർണവും ഒക്കെ. അതിനുള്ള കളിയാ സാറേ ഇതൊക്കെ എന്ന് ശ്രീകല പറഞ്ഞ് കരയുവാണേ. അപ്പോഴത്തേക്ക് ഉദയഭാനു തുടങ്ങും. എൻ്റെ മോളെ പീഡിപ്പിച്ച് അവൾക്കിപ്പോൾ വയ്യാതായി. അവസാനം ഗതികെട്ട് ഞങ്ങളിപ്പോൾ അവളെ വിളിച്ചോണ്ട് വന്നതാ സാറേ എന്ന് പറയാം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വിശദമായി എഴുതി ഒരു പരാതി താ എന്ന് അപ്പം പോലീസുകാർ പറയണം. മേഡം തന്നെ ഒന്ന് എഴുതി സഹായിക്കണം. ഞാനെന്തിനാ എഴുതുന്നത്? പരാതി തരുന്നത് നിങ്ങളല്ലേ, നിങ്ങൾ എഴുതി തരണം എന്ന് പറയാം. അത് പിന്നെ ഞങ്ങളോ എന്ന് ചോദിക്കുക. എനിക്കിതൊന്നും കൃത്യമായി എഴുതാൻ അറിയില്ല സാറേ, ഞാൻ പറഞ്ഞു തരാം, സാറൊന്ന് എഴുതി തന്നാൽ മതി എന്ന് പറയാം. പരാതി കൊടുക്കുന്നത് നിങ്ങളുടെ മകളാ. അപ്പം ദേ മോളുടെ ഒപ്പ് വേണം ഇവിടെ എന്ന് പറയാ. ഒപ്പൊക്കെ വേണോ എന്നപ്പോൾ ശ്രീകല ചോദിക്കുവാണേ. പിന്നെ ഒപ്പില്ലാതെ പറ്റത്തില്ല. അയ്യോ സാറേ, എൻ്റെ മോൾക്ക് തീരെ വയ്യാതെ കിടക്കുക, അതുകൊണ്ടാ. അവൾക്കിപ്പോൾ ഒപ്പിടാനൊന്നും പറ്റില്ല. ഹോസ്പിറ്റലിലാണോ? അല്ല, വീട്ടിലാ. അവൾ ആകെ തകർന്നിരിക്കുക. ഒന്ന് എഴുന്നേറ്റിരിക്കാനോ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാനോ പോലും അവൾക്ക് പറ്റുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുക എന്നൊക്കെ വെച്ചാൽ കേസ് വേണ്ട, പോലീസ് വേണ്ട എന്നൊക്കെയാ മേഡം എൻ്റെ മോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ ഒരിക്കലും ഇതിനൊന്നും സമ്മതിക്കില്ല മേഡം എന്ന് വീണ്ടും പറയാം. പക്ഷെ ഞങ്ങളുടെ സ്വന്തം മോളല്ലേ സാറേ, ദേവി അനുഭവിച്ചതൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും വെറുതെ ഇരിക്കാൻ പറ്റുമോ സാറേ? സാധാരണ പരാതിക്കാർ തന്നെ ഒപ്പിടേണ്ടത്, അല്ലെങ്കിൽ ഔദ്യോഗികമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാ എന്ന് വീണ്ടും പറയാം. അയ്യോ സാറ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് ശ്രീകല പറയാണ്. ഞാനൊന്ന് നോക്കട്ടെ എന്ന് അപ്പം ആ പോലീസുകാർ ഇങ്ങനെ ചിന്തിക്കുക. എന്താ സാറേ എന്നിപ്പം ശ്രീകല ചോദിക്കാം. അത് ശരി, ഞാൻ വിശദമായി ഒന്ന് പറ, ഞാൻ എഴുതാം എന്ന് അപ്പോഴത്തേക്കും ആ പോലീസുകാർ പറയണം. പെട്ടെന്ന് ഉദയഭാനും ശ്രീകലയും കൂടി എല്ലാം പറഞ്ഞു കൊടുക്കുക. ഒരു ഒപ്പിൻ്റെ കാര്യമല്ലേ, അതിന് ഞാൻ വഴി ഉണ്ടാക്കാം എന്ന് പറയാം. അയ്യോ വലിയ ഉപകാരം സാറേ എന്ന് പറയാം. നിങ്ങളുടെ മകളോട് അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ അതൊക്കെ വിശദമായി പറയണം എന്ന് പറയാം. പറഞ്ഞോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഉദയഭാനു ശ്രീകലയും കൂടി നല്ല രീതിയിൽ ദേവമംഗലത്തുകാരുടെ കുറ്റവും കുറവും എല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതെല്ലാം അവരെ എഴുതിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പേരുകൾ ഞാൻ വായിക്കാം. മേഡം വായിച്ചോളൂ മേഡം എന്ന് പറയാം. ഗോമതി, ബാലൻ, ആനന്ദ്, ആകാശ്, ആര്യൻ,
പിന്നെ ഒരു അനുശ്രീയും ഇത്രയും പേരല്ലേ എന്ന് ചോദിക്കാം. ഇത്രയും പേര് തന്നെ ആണോ? ആ അതെ സാറേ, ഇത്രയും പേരാ ഞങ്ങളുടെ മോളെ ദ്രോഹിക്കാൻ കൂട്ടുനിന്നവരും കൂടെ ദ്രോഹിച്ചവരും. നിങ്ങളുടെ പരാതി ഒരിക്കൽ കൂടി വായിച്ചൊന്ന് നോക്ക്. എന്തെങ്കിലും എഴുതി പിടിപ്പിക്കണോ? ദാ ഉദയേട്ടാ, ഇതൊന്ന് നോക്കിക്കേ. വളരെ ശരിയാ മേഡം. അതെ, കറക്റ്റാ മേഡം, ഇത് തന്നെ മതി. ഇവിടെ വരേണ്ടത് പരാതിക്കാരിയായ ദേവിയുടെ ഒപ്പാ. സാറേ, ദേവിക്കിപ്പം ഒപ്പിടാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാ. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് അപ്പൊ പോലീസ് ചോദിക്കാൻ കേട്ടോ. അതെ, ദേവിക്ക് പകരം തൽക്കാലം നിങ്ങളിവിടെ ഒപ്പിട്ടാ മതി. ഈ പരാതിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയാം. അതെ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ മേഡം? ഇനി എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. ഈ ഒപ്പിനൊരു വിലയുണ്ട്. അത് നിങ്ങൾ എനിക്ക് തരേണ്ടി വരും. അത് മറക്കണ്ട. അയ്യോ സാറേ, എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം സാറേ. എൻ്റെ പൊന്നു ഒന്ന് പതുക്കെ പറ. ഇല്ല സാറേ, ഞങ്ങൾ മറക്കില്ല. എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാം. തൽക്കാലം ഇവിടെ ഒരു ഒപ്പിട് എന്ന് പറയാം. അപ്പൊ ശ്രീകല ദേവിക്ക് പകരം അവിടെ ഒപ്പിട്ട് കൊടുക്കാണ് കേട്ടോ. നന്നായിട്ടുണ്ട് എന്ന് അപ്പൊ ഉദയഭാനു കാണിച്ചു കൊടുക്കുക ഒപ്പ് കണ്ടിട്ടെ. ഇനി നിങ്ങൾ സമാധാനത്തോടെ ഇരുന്നോളൂ. നിങ്ങളുടെ മകൾക്ക് നീതി മേടിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറയാണേ. ഇതേസമയം അച്ഛനും അമ്മയും ഇത്രയും സമയമായിട്ട് വരാത്തത് എന്താ എന്നുള്ള രീതിയിൽ ടെൻഷൻ അടിച്ച് ദേവി അവിടെ നിൽക്കാം. ആനന്ദേട്ടൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. എൻ്റെ ജീവിതം എന്തായി പോകും എന്നുള്ള ഭയമുണ്ട്. ഇതേസമയം ഉദയഭാനു ശ്രീകലയും കൂടി അങ്ങോട്ട് വരിക. ഇപ്പോഴൊന്ന് സമാധാനമായേ. അല്ല ഉദയേട്ടാ, ഇനിയിപ്പം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും. അപ്പോഴാണ് ദേവി അവിടെ ടെൻഷൻ അടിച്ച് നടക്കുന്ന കാണുന്നത്. മോളെ ദേവി, നീ ഇവിടെ എന്തെടുക്കുക എന്ന് ചോദിക്കാം. എന്നാ മോളെ, കുറച്ച് ഫ്രൂട്ട്സാ എൻ്റെ മോൾക്ക് വേണ്ടി അച്ഛൻ മേടിച്ചതാ എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ദേവി അത് മേടിച്ച് ഡൈനിങ് ടേബിളിലേക്ക് വെക്കുക. അപ്പൊ ഉദയഭാനു ശ്രീകലയും അവിടെ പോയി ഇരിക്കുക. നിങ്ങൾ ഇത് എവിടെ പോയതാ? കുറെ സമയമായാലോ പോയിട്ട്. എന്തൊരു ചൂടല്ലേ എന്ന് ഉദയഭാനു പറയാ. നിങ്ങൾ എവിടേക്കാ പോയതെന്നാ ഞാൻ ചോദിച്ചത്. എന്താ പറയാൻ മറുപടി ഒന്നുമില്ലേ? അത് പിന്നെ മോളെ, ഞങ്ങൾക്കൊരാളെ കാണാൻ പോകാനുണ്ടായിരുന്നു. ഏതാള് എന്നപ്പോ ചോദിക്കാം. ഏതാളെന്നാ ഞാൻ ചോദിച്ചത്. ആരെ കാണാനാ നിങ്ങൾ പോയത്? ആളെ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല മോളെ എന്ന് അപ്പൊ ശ്രീകല പറയണ. അതാരാ? എനിക്ക് മനസ്സിലാകില്ലാത്ത ഒരാള്. സത്യം പറ, എന്തോ ഉടായിപ്പുണ്ടല്ലോ. നിങ്ങൾ എവിടെ പോയത് എന്ന് വീണ്ടും ചോദിക്കാം. ദേവി പറയും, നിങ്ങൾ രണ്ടുപേരും എന്നോട് പറയാതെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ? സത്യം പറഞ്ഞോ, എന്താ കാര്യം? നിന്റെ സംശയം ശരിയാ എന്ന് ശ്രീകല പറയാം. നിനക്ക് നല്ലത് വരാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഗുണം നിനക്ക് ഉടനെ ലഭിക്കുകയും ചെയ്യും. നീ അതിനെ എതിർക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് ശ്രീകല പറയാം. എന്ത് കാര്യം? നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കാം. അപ്പം ശ്രീകല നിന്നൊന്ന് പരുങ്ങ. എന്താണെങ്കിലും എനിക്കൊന്ന് അറിയണം മോളെ. തൽക്കാലം അമ്മ പറയുന്നത് അനുസരിച്ച് മോൾ അടങ്ങി ഒതുങ്ങി ഒന്ന് നിൽക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് അപ്പം ദേവി വീണ്ടും ചോദിക്കാം. എന്നെ അങ്ങനെ അടക്കിയിരുത്താമെന്നൊന്നും നിങ്ങൾ വിലോചിക്കേണ്ട. പുതിയ എന്തോ പ്ലാനും പദ്ധതിയും കൊണ്ട് വന്നിരിക്കാം. സത്യം പറഞ്ഞോ, എന്തുടായ്പായിട്ടാ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കാം. എനിക്ക് മനസ്സിലാകുന്നുണ്ട്, രണ്ടിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇനി നിങ്ങളുടെ താളത്തിന് തുള്ളാൻ ഈ ദേവിയെ കിട്ടത്തില്ല എന്ന് തീർത്തു പറയാം. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് എന്ന് ചോദിക്കാം. ഞങ്ങൾ പറയുന്നതൊന്ന് മനസ്സമാധാനത്തോടെ നീ കേൾക്ക്, എന്നിട്ട് കിടന്ന് ഒച്ച വെക്ക്. നിങ്ങൾ എവിടെയാ പോയത് അതാദ്യം പറയാ, എന്നിട്ട് മനസ്സമാധാനമായിട്ട് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം. മോളെ, നിനക്കിപ്പോ എന്താ വേണ്ടത്? ആനന്ദിന്റെ അടുത്ത് തിരിച്ചെത്തുകയല്ലേ വേണ്ടത്? അതിനു വേണ്ടിയിട്ടാ ഞങ്ങളിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. എനിക്ക് ആനന്ദേട്ടന്റെ അടുത്ത് തിരിച്ചെത്തണം. എനിക്ക് എൻ്റെ ആനന്ദേട്ടനെ ഒന്ന് കാണണം. കണ്ടാ മതി. നീ ഒന്ന് സമാധാനപ്പെട്. എല്ലാത്തിനും ഈ അമ്മ വഴി ഉണ്ടാക്കി തരാം മോളെ. നീ സമാധാനമായിട്ട് ഇരിക്കുക. എല്ലാം സന്തോഷത്തോടെ അവസാനിക്കും മോളെ. എങ്ങനെ? എനിക്കത് അറിയണം. എങ്ങനെയാ സമാധാനത്തോടെ എല്ലാം അവസാനിപ്പിക്കുക എന്ന് ചോദിക്കാം. അപ്പൊ ഉദയഭാനു ശ്രീകലയെ കണ്ണ് കാണിക്കും. ദേ, സത്യം പറഞ്ഞോ, പഴയതുപോലെ എന്നെ കൊണ്ട് കള്ളം പറയിപ്പിക്കാനാണെങ്കിൽ ഞാൻ ഒരിക്കലും നിന്ന് തരില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് ദേവി രണ്ടുപേരോടും പറയാ. എൻ്റെ ജീവൻ പോയാലും ഒരാളോടും ഞാൻ ഇനി കള്ളം പറയില്ല. കള്ളം പറഞ്ഞിടത്തോളം തന്നെ എനിക്ക് മതിയായി. ഇല്ല, നീ ആരോടും ഒരു കള്ളവും പറയണ്ട. പിന്നെ എങ്ങനെയാ കാര്യങ്ങൾ സന്തോഷത്തോടെ അവസാനിപ്പിക്കാന്ന് പറയുന്നേ? അല്ല, അച്ഛനും അമ്മയും ഒന്ന് എനിക്ക് പറഞ്ഞു താ. അത് പിന്നെ മോളെ ദേവി, നീ ഒരു കാര്യം ഒന്ന് ആലോചിക്കണം. ഞങ്ങൾക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, വിദ്യയുടെ കാര്യം കൂടി ഞങ്ങൾക്ക് നോക്കണം. നിന്റെ ഇളയത് ഒരാളോട് ഞങ്ങൾക്കുണ്ട്. അവളുടെ കല്യാണം നടത്തണ്ടേ? അവള് നിന്റെ അനിയത്തിയല്ലേ? നിനക്കും ഇല്ലേ അവളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം? അവളുടെ ഭാവി നിന്റെയും കൂടി ഉത്തരവാദിത്വം അല്ലേ മോളെ? ആ ഓർമ്മ നിനക്കുണ്ടാവണം. നീ അവളുടെ കാര്യം കൂടി ചിന്തിക്കണം എന്ന് പറയാം.
നീ കാരണം നിന്റെ അനിയത്തെ കെട്ടാതെ ആളില്ലാതെ അവൾ ഈ വീട്ടിൽ നിന്ന് പോകരുത്. എനിക്ക് അത്രയേ പറയാനുള്ളൂ. അമ്മ പറയുന്നത് മോൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ദേവി അവിടെ നിന്ന് കരയുവാണ് കേട്ടോ. മോളെ, അമ്മ കരയാനായിട്ട് പറഞ്ഞതല്ല, എൻ്റെ പോളൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാ അമ്മ പറയുന്നത്. മോൾ അമ്മയെ ഒന്ന് വിശ്വസിക്കുക. നിന്റെ നല്ലതിന് അമ്മ ഈ ചെയ്യുന്നതൊക്കെ. ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളാം. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക എന്ന് പറയാം. അപ്പൊ ദേവിയാണെങ്കിൽ ആകെ സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ദേവിക്ക് എങ്ങനെയും ആനന്ദമായിട്ടൊന്ന് മുന്നോട്ട് ജീവിച്ചാൽ മതി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ദേവിയുടെ അവസ്ഥ കാണുമ്പോഴത്തേക്കും ഉദയഭാനും ദേവിയെ വേദനയോട് കൂടി നോക്കുക. അപ്പൊ ശ്രീകലയ്ക്കും സങ്കടമൊക്കെ ഉണ്ട് ദേവിയുടെ അവസ്ഥയിൽ. പക്ഷെ ദേവി കൂടുതലൊന്നും വീണ്ടും ചോദിക്കുന്നില്ല. സമയം ദേവമംഗലത്ത് നമ്മുടെ അനുവും മിത്രയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനന്ദേട്ടൻ ഇത്ര വേഗം ഒരു ഡിവോഴ്സ് നോട്ടീസ് അയക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഏട്ടത്തി ആകെ തകർന്നു പോയിട്ടുണ്ടാവും അല്ലേ മിത്ര ചേച്ചി എന്ന് ചോദിക്കാം. ഈ വീടും ആനന്ദേട്ടനും ഇല്ലാതെ ഏടത്തിക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മളെയൊക്കെ എത്രയധികം ഏടത്തി സ്നേഹിച്ചതാ. ആ ഏടത്തിക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല എന്ന് പറയാം. പെട്ടെന്ന് ഗോമതി രണ്ടാൾക്കുള്ള ചായ എടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ അമ്മയെ കാണുമ്പം അവർ ആ സംസാരം അവിടെ നിർത്തുക. അപ്പൊ മിത്രയുടെ കയ്യിൽ പുസ്തകമുണ്ട്. ദേ ചായ എടുത്ത് കുടിക്കുക, എന്നിട്ടിരുന്ന് പഠിക്കാൻ നോക്കുക എന്ന് പറയുകയാണേ. അപ്പം മിത്രയ്ക്ക് ചായ കൊടുത്തതിന് ശേഷം അനുവിനും ഒരു കപ്പി ചായ എടുത്ത് ഗോമതി കൊടുക്കുക. അതിനുശേഷം അവരുടെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഗോമതി ഒന്നും മിണ്ടാതിരിക്കുന്ന കാണുമ്പം മീനു അല്ല, നമ്മുടെ അനുവും മിത്രയും പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. എന്താ രണ്ടുപേരും എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നേ? എന്തേലും പറയാനുണ്ടോ എന്ന് ചോദിക്കാം. അത് പിന്നെ എന്നും പറഞ്ഞ് അനു ഇങ്ങനെ നിൽക്കുക. അപ്പച്ചി, ആനന്ദേട്ടൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യം എന്ന് മിത്രയപ്പ ചോദിക്കും. അത് അമ്മ ദേഷ്യപ്പെടരുത്, പാവമല്ലേ ഏടത്തി എന്ന് ചോദിക്കാം. ഏട്ടനോട് നമുക്കൊന്ന് സംസാരിച്ചു നോക്കിയാലോ എന്ന് ഞങ്ങൾ ആലോചിക്കുമായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ഗോമതി ഒരു മറുപടി ഇല്ലാതെ കല്ലുപോലെ നിൽക്കുക. തൽക്കാലത്തേക്കെങ്കിലും ആ നോട്ടീസ് പിൻവലിക്കാൻ പറയാം എന്ന് മിത്ര പറയാണ്. കുറച്ച് ദിവസം കഴിയുമ്പം ദേഷ്യമൊക്കെ ഒന്ന് മാറുമ്പം ചിലപ്പം ആനന്ദേട്ടൻ തന്നെ ഏടത്തെ വിളിച്ചോണ്ട് വന്നാലോ? ഏടത്തി ചെയ്തതൊന്നും ശരിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ലമ്മേ. പക്ഷേ ആ ബന്ധം ഇങ്ങനെ തീർന്നു പോകുന്നത് അത് അവൾ എന്നോട് ചെയ്തതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് ഗോമതി അപ്പൊ പറയാണ്. എന്നെ മാത്രമല്ല, ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും അവൾ ചതിച്ചവളാ. അവളും അവളുടെ വീട്ടുകാരും ചേർന്ന് ശരിക്കും ഒരു വിഡ്ഢികളാക്കുമല്ലായിരുന്നോ നമ്മളെ എല്ലാവരെയും എന്ന് ചോദിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അവളും ആനന്ദും പിരിയണമെന്നൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും ഗോമതി പറയാം. പക്ഷെ ആനന്ദിനോട് ഇക്കാര്യത്തിൽ ഞാൻ ഒരിക്കലും ദേവിക്ക് വേണ്ടി സംസാരിക്കില്ല. അത് അവനോട് ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ദേവി ഈ വീട്ടിലേക്ക് വന്ന മരുമകളാ. എനിക്ക് എൻ്റെ മകളുടെ സ്ഥാനം തന്നെയാ അവൾക്കും എന്ന് ഗോമതി വീണ്ടും പറയണം കേട്ടോ. പക്ഷെ അവൾ എന്നോട് ചെയ്തതൊക്കെ ദേഷ്യമുണ്ട്, എനിക്ക് സങ്കടവും ഉണ്ട്. അതിനി ഒരിക്കലും മാറുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അത്രയും വലിയ ചതിയല്ലേ ഈ കുടുംബത്തോട് ചെയ്തത്. പക്ഷെ അവളെ ഈ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി പോയെന്നൊന്നും കരുതാൻ എന്നെക്കൊണ്ടും സാധിക്കില്ല എന്ന് ഗോമതി പറയാണ്. ആ ഗോമതിയുടെ സംസാരം കേൾക്കുമ്പം അനുവിനും ഇത്രയ്ക്ക് സമാധാനമാവാം. കുറച്ചു ദിവസം അവൾ അവിടെ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ. അവൾ ചെയ്യുന്ന തെറ്റിന്റെ ആഴം എന്താണെന്ന് അവൾക്ക് ശരിക്കും ഒന്നും മനസ്സിലാകട്ടെ. ആനന്ദും ഈ കുടുംബം അവളോട് കാണിച്ച സ്നേഹത്തിന്റെ ആഴം അവൾ മനസ്സിലാക്കട്ടെ എന്ന് ഗോമതി പറയാണ്. കുറച്ചിങ്ങനെ തന്നെ അങ്ങ് പോട്ടെ, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. അല്ലാതെ ഡിവോഴ്സ് ഒന്നും വേണമെന്ന് ഞാനും ആഗ്രഹിച്ചില്ല. അപ്പം അനു വിളിക്കാണ്, അമ്മേ, അല്ലാതെ ആനന്ദ ബന്ധം വേർപ്പെടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് സമ്മതിക്കുമെന്ന് നിങ്ങൾ കരുതിയോ എന്ന് ചോദിക്കാം. അപ്പം അപ്പച്ചി പറഞ്ഞതോ ആനന്ദേട്ടനോട് സംസാരിക്കില്ലെന്ന് എനിക്കിപ്പോഴേ സമാധാനമായത്. അല്ലെങ്കിലും അപ്പച്ചി ഒരിക്കലും ഇതിനൊന്നും സമ്മതിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. ഏടത്തിയെ അപ്പച്ചിക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ അപ്പച്ചി എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ഞാനും ചിന്തിച്ചു. അമ്മയൊന്ന് ചെന്ന് ഏട്ടനോട് സംസാരിക്കണം എന്ന് അനു അപ്പ പറയാണ്. അതെ അപ്പച്ചി, ആനന്ദേട്ടൻ ഇപ്പം നല്ല ദേഷ്യത്തിലായിരിക്കും. പക്ഷേ അപ്പച്ചി പറഞ്ഞ ആനന്ദേട്ടൻ കേൾക്കും. അത് തൽക്കാലത്തേക്കെങ്കിലും ആ നോട്ടീസ് ഒന്ന് പിൻവലിക്കാൻ പറയണോ അപ്പച്ചി എന്ന് പറയണം കേട്ടോ. അപ്പം ഗോമതി അതിനെപ്പറ്റി ആലോചിക്കുക. അവൻ വരട്ടെ, അവനോട് ഇതിനെപ്പറ്റി ഞാനൊന്ന് സംസാരിക്കാം. ആ നോട്ടീസ് പിൻവലിക്കാൻ ഞാൻ അവനോട് പറയുകയും ചെയ്യാം. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. പിന്നെ നിങ്ങളൊക്കെ അവളോട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് നല്ലതായിട്ട് അറിയാം എന്ന് ഗോമതി പറയാം. അയ്യോ അപ്പച്ചി, ഞങ്ങളാരും വിളിച്ചിട്ടൊന്നും ഇല്ല. നിങ്ങൾ വിളിച്ചിട്ടില്ല, ശരി. പക്ഷേ ഇവിടെ അവളെ വിളിക്കുകയും സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരാളുണ്ട് എന്ന് എനിക്കറിയാം. മീനു ഇടയ്ക്കിടെ മേഡത്തോടാണ്, കൂട്ടുകാരിയോടാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതേ ദേവിയോടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പിന്നെ ഒന്നും എതിർക്കാത്തതാ. അറിഞ്ഞിട്ടും ഞാനത് തടയാതിരുന്നതേ എന്തുകൊണ്ടാണെന്ന് അറിയോ? മീനുവിനോട് സംസാരിക്കുമ്പം ദേവിക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയാ. അവള് മീനുവല്ലേ ആള്,
സമാധാനം കൊടുക്കുമെന്നും അറിയാം, അതുകൊണ്ടാ എന്ന് പറയണേ. ഇതേ സമയം ഓൺ മുഴുക്കിക്കൊണ്ട് ദേവമംഗലത്തേക്ക് ഒരു പോലീസ് ജീപ്പ് വരിക. എന്താ ഒരു ശബ്ദം, ആരെ ഇപ്പൊ വണ്ടിയിൽ വരാൻ എന്ന് പറയാൻ കേട്ടോ. അതേസമയം CI ദേവമംഗലത്തേക്ക് ഇറങ്ങി വരിക. അപ്പൊ വീടും പരിസരവും ഒക്കെ അവർ ശരിക്കും ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പൊ പോലീസുകാർ അകത്തേക്ക് കയറി വരുന്ന ഗോമതി ഞെട്ടിത്തെറിച്ച് നിൽക്കുക. എന്താ സാറേ, എന്താ കാര്യം, പറയാം എന്ന് പറയാൻ കേട്ടോ. എല്ലാവർക്കും നല്ല ഭയമുണ്ട്. ആരാ ഗോമതി എന്ന് ചോദിക്കുക. ഞാനാ എന്ന് ഗോമതി അപ്പൊ പറയും. നിങ്ങളാണോ ഗോമതി, നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട്. എന്താ മാഡം, എന്താ കാര്യം എന്ന് അപ്പൊ ഗോമതി വീണ്ടും ചോദിക്കാണ്. മിത്രയും അനുവും പരസ്പരം ഭയത്തോടു കൂടി നോക്കുക. പോലീസുകാരോടിപ്പം എന്ത് സംസാരിക്കാനാ എന്നുള്ള രീതിയിൽ അപ്പൊ വീണ്ടും ഗോമതി ടെൻഷനോട് നിൽക്കുന്ന കാണുമ്പം മിത്ര ചോദിക്കാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും